നെക്സ്റ്റ് ടോപ്പിക്കാണ് സൈക്ലിക് സബ് ഗ്രൂപ്പ്സ്. നമ്മൾ ബൈനറി ഓപ്പറേഷൻ, ഗ്രൂപ്പ്സ്, സബ് ഗ്രൂപ്പ്സ് ഈ ടോപ്പിക്സ് മൂന്നും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത അതിലെ സെഷനാണ് സൈക്ലിക് സബ് ഗ്രൂപ്പ്സ്. അപ്പോൾ സൈക്ലിക് സബ് ഗ്രൂപ്പ്സിൻ്റെ സെക്ഷൻ ഒരു തിയറം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ തിയറം പറഞ്ഞതിന് ശേഷമാണ് എന്താണ് സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ തിയറം നമുക്ക് നോക്കാം. ലെറ്റ് G be a group and let A belongs to G. Then H equal to set of all A power n belongs to Z is a subgroup of G. Moreover, every subgroup containing A contains H. അതായത് G ഒരു ഗ്രൂപ്പാണ് തന്നിട്ടുണ്ട്, G be a group, and H എന്ന് പറയുന്നത് എങ്ങനെയുള്ള കളക്ഷനാണ്? സെറ്റ് ഓഫ് ഓൾ A പവർ n. A എന്ന് പറയുന്നത് ജിയിലെ മെമ്പറാണ്. A പവർ എന്നിൻ്റെ കളക്ഷനൊക്കെയാണ് എച്ചിലുള്ളത്. എ സ്ക്വയർ, എ ക്യൂബ്, ഇങ്ങനെയുള്ള കളക്ഷനാണ് എച്ചിലുള്ളത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണെന്ന് പ്രൂവ് ചെയ്യണം. കൂടാതെ ഇപ്പം മറ്റൊരു സബ് ഗ്രൂപ്പ് എയിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ജി ഹാസ് അനദർ സബ് ഗ്രൂപ്പ്സ് കെ സച്ച് ദാറ്റ് എ എന്ന് പറയുന്ന എലമെൻറ്റ് കെയിലുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ സബ് ഗ്രൂപ്പ് എച്ചിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതായത് എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്നാമത് പ്രൂവ് ചെയ്യണം എച്ച് സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത് പ്രൂവ് ചെയ്യേണ്ടത് ആ എലമെൻറ്റ് മറ്റൊരു സബ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ സബ് ഗ്രൂപ്പ് എച്ചിനെ കണ്ടെയ്ൻ ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് പ്രൂഫിലേക്ക് പോവാം. നമ്മളതിന് വേണ്ടിയിട്ട് എന്താണ് പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പറയുന്നുണ്ട് ഒരു ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഫോർ എനി ആൽഫ ബീറ്റ ബിലോങ്സ് ടു എച്ച് വി വിൽ പ്രൂവ് ആൽഫ ബീറ്റ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്താൽ മതി സബ് ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ലോസ്ഡ് ആണോ എന്ന് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സിന് പകരം ഈ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്താൽ മതി. സോ വി ടേക്ക് 2 എലമെൻറ്റ്സ് ഫ്രോം എച്ച്. ലെറ്റ് ആൽഫ ബീറ്റ ബിലോങ്സ് ടു എച്ച്. ആൽഫയും ബീറ്റയും എച്ചിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം എച്ചിലെ എലമെൻസിൻ്റെ ഫോം എയിൻ്റെ പവറായിട്ട് വരുന്നതാണ്. സോ ലെറ്റ് ആൽഫ ഈക്വൽ ടു എ പവർ ആർ ആൻഡ് ബീറ്റ ഈക്വൽ ടു എ പവർ എസ് ഫോർ സം ആർ ആൻഡ് എസ് ഇൻ സെറ്റ്. അപ്പോൾ എയിൻ്റെ പവറായിട്ടായിരിക്കും രണ്ട് എലമെൻസും ഉണ്ടാവുക. സോ വി കൺസിഡർ ആൽഫ ബീറ്റ ഇൻവേഴ്സ്. ആൽഫ ബീറ്റ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ പവർ ആർ ഇൻറ്റു എ പവർ എസ് ഹോൾ ഇൻവേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു എ പവർ ആർ ഇൻറ്റു എ പവർ നെഗറ്റീവ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു എ പവർ ആർ മൈനസ് എസ്. എ പവർ ആർ മൈനസ് എസ്. ഇപ്പോൾ ആൽഫ ബീറ്റ ഇൻവേഴ്സ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? എയിൻ്റെ പവറാണ്. എ പവർ ആർ മൈനസ് എസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആർ മൈനസ് എസ് എന്ന് പറയുന്നതും ഇൻറ്റീജർ തന്നെയാണ്. അപ്പോൾ ആൽഫ ബീറ്റ ഇൻവേഴ്സും എയിൻ്റെ പവറായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആൽഫ ബീറ്റ ഇൻവേഴ്സും ഈ എച്ചിൽ തന്നെ വരും. ദെർഫോർ എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മറ്റൊരു സബ് ഗ്രൂപ്പ് ഒരു എലമെൻറ്റ് എ എന്ന് പറയുന്ന എലമെൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എച്ചിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. സോ വി അസ്യൂം ദാറ്റ് കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ദാറ്റ് കണ്ടെയ്ൻ ദ എലമെൻറ്റ് എ. ഇപ്പോൾ കെ എന്ന് പറയുന്നത് ജീൻ്റെ മറ്റൊരു സബ് ഗ്രൂപ്പാണ് ആൻഡ് എ എന്ന് പറയുന്ന എലമെൻറ്റ് കെയിലുണ്ട്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എച്ച് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് കെ ആണ്. അപ്പോൾ ഒരു സെറ്റ് മറ്റൊരു സെറ്റിൻ്റെ സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഈ എച്ച് എന്നൊരു എലമെൻറ്റ് എടുത്തിട്ട് അതേ എലമെൻറ്റ് കെയിലുണ്ട് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ വി ടേക്ക് എൻ എലമെൻറ്റ് എക്സ് ഫ്രം എച്ച്. ലെറ്റ് എക്സ് ബിലോങ്സ് ടു എച്ച്. എക്സ് എന്ന് പറയുന്നത് എച്ചിലുണ്ടെങ്കിൽ എച്ചിലെ എലമെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് എയിൻ്റെ പവറാണ്. സോ എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു എ പവർ ഓഫ് എൻ. പവർ ഓഫ് ദാറ്റ് ഈസ് സെറ്റ് എ പവർ എൻ ഫോർ സം എൻ ബിലോങ്സ് ടു സെറ്റ്. ഈ ഫോമിലായിരിക്കും എക്സ് എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ടായിരിക്കാം. ഇനി നോക്കുക, എ എന്ന് പറയുന്നത് നമ്മൾ കെയിലുണ്ട് എന്നാണ് പറഞ്ഞത്. കെ ബി എ സബ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് എ എന്നാണ് പറയുന്നത്. അപ്പോൾ എ കെയിലുണ്ട്. കെ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് എയിൻ്റെ എല്ലാ ബൈനറി ഓപ്പറേഷനും കെയിൽ തന്നെ ഉണ്ട്. അതായത് എ സ്റ്റാർ എ ഡോട്ട് എ, അതായത് എ സ്ക്വയർ കെയിൽ വരും. എ സ്ക്വയർ ഡോട്ട് എ, അതായത് എ ക്യൂബ് കെയിൽ വരും. അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ പവർ എൻ എന്ന് പറയുന്നത് കെയിലുണ്ടാവും. എ പവർ എൻ ഈസ് നത്തിങ് ബട്ട് എക്സ്, ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു കെ. അപ്പോൾ നമ്മൾ എക്സ് എച്ച് എന്ന് എടുത്തു. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സ് കെയിലുണ്ട് എന്ന് കിട്ടി. ദെർഫോർ എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കെ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടിയത് ജി ഒരു ഗ്രൂപ്പും അതിലൊരു ഫിക്സഡ് എലമെൻറ്റ് എ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ സെറ്റ് ഓഫ് ഓൾ എ പവർ എൻ ബിലോങ്സ് ടു സെഡ് എന്ന് പറയുന്നത് ഒരു സബ് ഗ്രൂപ്പ് ഫോം എന്ന് പറയുന്നുണ്ട്. ഈ സബ് ഗ്രൂപ്പിനെയാണ് നമ്മൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്.
then H equal to set of all A power n belongs to Z is a subgroup of G called cyclic subgroup of G generated by A. അതായത് എയിനെ നമ്മൾ പറയും ജനറേറ്റർ. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ എച്ച് എന്ന് പറയുന്ന ആ സെറ്റിലെ എലമെൻസിന് ഒരു സിംഗിൾ എലമെൻറ്റിൻ്റെ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. എ വെച്ചിട്ടാണ് ബാക്കി എല്ലാ എലമെൻസും അവിടെ കിട്ടുന്നത്. എയിൻ്റെ പവറാണെന്ന് പറഞ്ഞാൽ എ സ്ക്വയർ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻസും എയിൽ നിന്നൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സിംഗിൾ എലമെൻറ്റ് വെച്ചിട്ട് ആ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിനെ എന്ത് വിളിക്കും, സൈക്ലിക് എന്ന് വിളിക്കും. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ ഈ രീതിയിലാണ് വരുന്നത്. ഇനിയിപ്പം നമ്മൾ പറയുന്നത് ജി തന്നെ സൈക്ലിക് ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, ജി ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. അതായത് ഒരു സിംഗിൾ എലമെൻറ്റ് വെച്ചിട്ട് നമ്മൾക്ക് ആ ഗ്രൂപ്പിലെ മൊത്തം എലമെൻറ്റിനെയും കിട്ടുമെങ്കിൽ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ജി ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് പറയും. അപ്പോൾ നമുക്കതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ ആദ്യം ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നത്. ക്ലെയിൻ ഫോർ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇ സ്ക്വയർ ഈക്വൽ ടു ഇ ആയിരിക്കും. ഇ സ്ക്വയർ ഈക്വൽ ടു ഇ ആണ്. എ സ്ക്വയർ ഈക്വൽ ടു ഇ ആണ്. ബി സ്ക്വയർ ഈക്വൽ ടു ഇ ആണ്. ആൻഡ് സി സ്ക്വയർ ഈക്വൽ ടു ഇ ആണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രൂപ്പാണ് ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് എന്ന് ഞാൻ കഴിഞ്ഞ പ്രോബ്ലം സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഓരോ എലമെൻറ്റും വെച്ചിട്ടുള്ള സൈക്ലിക് സബ് ഗ്രൂപ്പ് നോക്കാം. സോ ഫസ്റ്റ് വി സ്റ്റാർട്ട് വിത്ത് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ നൊട്ടേഷൻ, സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഇ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം സെറ്റ് ഓഫ് ഓൾ ഇ പവർ എൻ, എൻ ബിലോങ്സ് ടു സെറ്റ്. അതായത് ഇതിലെങ്ങനെയുള്ള എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക, ഇൻ്റെ പവറായിട്ട്. അതായത് ഇ സ്ക്വയർ, ഇ ക്യൂബ് എക്സെട്ര ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി തന്നെയാണ്. ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് ഇ, ഇ ഡോട്ട് ഇ എന്ന് പറഞ്ഞാൽ ഇ തന്നെയാണ്. ഇ ഡോട്ട് ഇ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്താലും ഇതിൽ ഒറ്റൊരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, അതാണ് സിംഗിൾട്ടൺ സെറ്റ് ഇ. ഇനി സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ നോക്കാം. സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം സെറ്റ് ഓഫ് ഓൾ എ പവർ എൻ, എൻ ബിലോങ്സ് ടു സെറ്റ്. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ് വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ, എ ക്യൂബ് എക്സെട്ര അങ്ങനെ പോകും. ഇനി നോക്കുക വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഐഡൻറ്റിറ്റിയാണ് ക്ലെയിൻ ഫോർ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത കാരണം. ഇനി എ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എ ഡോട്ട് എ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ഈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റിയാണ് വിച്ച് ഇസ് ഈക്വൽ ടു എ. അപ്പോൾ വീണ്ടും എ വന്നു. ഇനി എ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എ സ്ക്വയർ ഡോട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടും ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ വീണ്ടും ഐഡൻറ്റിറ്റി വന്നു. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റ്സ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരിക. ഇനി അതുപോലെ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ബി പവർ എൻ, എൻ ബിലോങ്സ് ടു സെറ്റ്. അതായത് കളക്ഷൻ ഓഫ് ഓൾ ബി സ്ക്വയർ, ബി ക്യൂബ് എക്സെട്ര ഇങ്ങനെ പോകും. ഇപ്പോൾ ഞാൻ തൊട്ട് മുകളിൽ പറഞ്ഞതേപോലെ തന്നെ ഇതിലെ മെമ്പേഴ്സ് ബി വരാം. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻ്റാണ് ക്ലെയിൻ ഫോർ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത കാരണം. ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ഇൻറ്റു ബി, ഐഡൻറ്റിറ്റി ഇൻറ്റു ബി വിച്ച് ഇസ് ഈക്വൽ ടു ബി. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റ്സ് ആയിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് വരാം, ബിയും ഇയും. ആൻഡ് സിമിലർലി സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ സി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സി പവർ എൻ, എൻ ബിലോങ്സ് ടു സെറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് സി ആൻഡ് ഇ. അപ്പോൾ ഇവിടെ നോക്കാം, ഇതിൽ ഒരു എലമെൻറ്റും മൊത്തം ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യുന്നില്ല. ഒരു സെറ്റിൽ നമുക്ക് എ ബി സി ഇ വരുന്നില്ല. അതുകൊണ്ട് ഇത് സൈക്ലിക് സബ് ഗ്രൂപ്പ്സ് ആണ്. പക്ഷേ ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൈക്ലിക് അല്ല. അതായത് ഒരു സിംഗിൾ എലമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈ മൊത്തം ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്തല്ല, സൈക്ലിക് ഗ്രൂപ്പ് അല്ല. ഇനി മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ് സെറ്റ് ഫോർ. സെറ്റ് ഫോർ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഗ്രൂപ്പാണെന്ന് വെച്ചാൽ അതിൻ്റെ ബൈനറി ഓപ്പറേഷൻ അഡീഷൻ മോഡുലോ 4 ആണ്. അതായത് നമ്മൾ ഏതൊരു എലമെൻറ്റിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്നുകിൽ 0, 1, 2, 3 വരെയാണ് റിമൈൻഡേഴ്സ് വരിക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ബൈനറി ഓപ്പറേഷൻ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് എലമെൻറ്റ്, ഇപ്പോൾ 3യും ഞാൻ ഏതെങ്കിലും ഒരു രണ്ട് എലമെൻറ്റ് എടുക്കുകയാണ്, 3യും 6ഉം എടുത്താൽ രണ്ടും കൂടെ ആഡ് ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ 4, 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1. ആ ഒരു കളക്ഷനാണ് സെറ്റ് 4. അപ്പോൾ സെറ്റ് 4ൽ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് എലമെൻറ്റ് ഇവിടെ അഡീഷനാണ് പറയുന്നത്. അഡീഷൻ മോഡുലോ എന്ന് പറഞ്ഞാൽ രണ്ട് എലമെൻറ്റ് തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സാണ് ശിഷ്ടം.
അതാണ് സെറ്റ് 4ലെ മെമ്പേഴ്സ്. അപ്പോൾ 4ന് കുറവുള്ള നമ്പേഴ്സാണ് ആ സെറ്റിൽ വരിക, 0, 1, 2, 3. അപ്പോൾ ഈ 4 മെമ്പേഴ്സാണ് സെറ്റ് 4ൽ വരിക. അതുപോലെ സെറ്റ് 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏത് 2 എലമെൻ്റ് ആഡ് ചെയ്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ്. അത് 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സെറ്റ് 4 സ്റ്റാൻഡേർഡ് നൊട്ടേഷനാണ്, ഈ രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക. അതിൻ്റെ ഗ്രൂപ്പ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ 0, 1, 2, 3, 0, 1, 2, 3 ഇതാണ് മെമ്പേഴ്സ്. 0.0, 0, 0, 1, 0യും 1ഉം ആഡ് ചെയ്താൽ 1, 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 തന്നെ. 0യും 2ഉം കൂട്ടിയാൽ 2, 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 തന്നെ. 0യും 3യും തമ്മിൽ ആഡ് ചെയ്താൽ 3, 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3. ഇനി അതുപോലെ 1ഉം 0യും കൂടെ ഇതാക്കിയാൽ 1 കിട്ടും. 2ഉം 0യും ആഡ് ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. 3യും 0യും ആഡ് ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. ഇനി നോക്കുക, ഈ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 1+1 ആണ്. 1+1 കൂട്ടിയാൽ 2 കിട്ടും. 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 തന്നെയാണ്. ഇനി ഇവിടെ നോക്കുക, 1+2 3 ആണ്. 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 തന്നെയാണ്. 1+3 = 4 ആണ്. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരും. ഇനി 2+1 3 വന്നു. 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് തന്നെയാണ്? 3 തന്നെയാണ് റിമൈൻഡർ. 2+2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരും. ഇനി ഇവിടെ 2+3 = 5 ആണ് ഇവിടെ കിട്ടുന്നത്. 2+3 = 5. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വരുന്നത് 1 ആണ്. ഇനി അതുപോലെ ലാസ്റ്റ് കോളം 3+1 4 ആണ്. 3+1 4 ആണ്. അപ്പോൾ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരും. 3+2 5 ആണ്. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. അതുപോലെ 3+3 6 ആണ്. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ലാസ്റ്റ് 2 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഗ്രൂപ്പ് ടേബിൾ വരിക. നമുക്കിനി അത് സൈക്ലിക് ഗ്രൂപ്പാണോ ചെക്ക് ചെയ്യണം, ഏതൊക്കെയാണ് അതിൻ്റെ ജനറേറ്റേഴ്സ് എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതിൽ 4 മെമ്പേഴ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ EA-BCൻ്റെ ഇതേപോലെ തന്നെയാണ്. സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 0 ആണ്. സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ 0 പവർ n, n ബിലോങ്സ് ടു സെറ്റ്. അപ്പോൾ ഇതിൻ്റെ നൊട്ടേഷൻ നമ്മൾ ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 0, 0 സ്ക്വയർ, 0 ക്യൂബ്, ഇങ്ങനെയൊക്കെ വരും. അതായത് ഇത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0*0, ഇവിടെ അഡീഷൻ മോഡുലോ 4 ആണ്. അടുത്ത 0 അഡീഷൻ മോഡുലോ 4, 0 അഡീഷൻ മോഡുലോ 4, 0, ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ 0നെ നമ്മൾ എപ്പോൾ ആഡ് ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ എപ്പോഴും 0 മാത്രമാണ്. അപ്പോൾ ഈ സെറ്റിൽ സിംഗിൾട്ടൺ സെറ്റ് 0 മാത്രം. ഇനി അടുത്ത സെറ്റ് നോക്കുക. സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ 1 പവർ n, n ബിലോങ്സ് ടു സെറ്റ്. അതായത് 1, 1 സ്ക്വയർ, 1 ക്യൂബ്, 1⁴, ഇങ്ങനെ പോകും. ഓക്കെ. ഇനി ഇവിടെ നോക്കേണ്ടത് ബൈനറി ഓപ്പറേഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് 1 എന്ന് മാത്രം എഴുതാൻ പാടില്ല. ഇതിൻ്റെ മീനിങ് 1, 1.1, 1*1 എന്നല്ലേ. അതായത് 1 അഡീഷൻ മോഡുലോ 4, 1. പിന്നെ അടുത്തത് 1 അഡീഷൻ മോഡുലോ 1 പ്ലസ് അഡീഷൻ മോഡുലോ 1. പിന്നെ അടുത്തത് 1 അഡീഷൻ മോഡുലോ 4, 1. പിന്നെ വീണ്ടും അഡീഷൻ മോഡുലോ 4 വിത്ത് 1 ആൻഡ് അഡീഷൻ മോഡുലോ 4 വിത്ത് 1, എക്സെട്ര, ഇങ്ങനെ പോകും. ഇനി നോക്കാം. ഒന്നാമത്തെ എലമെൻറ്റ് 1, രണ്ടാമത്തത് 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 തന്നെയാണ്. ഇവിടെ 1+1+1 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 തന്നെയാണ്. ഇനി 1+1+1+1 4 വന്നു. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0. അടുത്തത് 5 ആണ്. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1. പിന്നെ 6 കിട്ടും. 6നെ ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. 7നെ ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. 8നെ ഡിവൈഡ് ചെയ്താൽ 0 കിട്ടും. അപ്പോൾ ഇനി എത്ര നമ്പേഴ്സ് കൊടുത്താലും നമുക്ക് ഈ 4 നമ്പേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. ഇത് തന്നെയാണ് നമ്മുടെ സെറ്റ് 4 എന്ന് പറയുന്ന സെറ്റ്. നമ്മൾ സെറ്റ് 4 എന്ന് പറയുന്ന സെറ്റും ഇതേ സെറ്റ് തന്നെയാണ്. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 1 കണ്ടപ്പോൾ നമുക്ക് ഹോൾ ഗ്രൂപ്പ് തന്നെ കിട്ടി.
ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കുന്നതിന് പകരം ഈ അഡീഷൻ മോഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക, n ടൈംസ് 1 എന്നുള്ള രീതിയിലാണ് സെറ്റ് വരിക. ഈ പവർ താഴേക്ക് വന്നിട്ട് നമ്മളിപ്പോൾ ഒരു n=6 കൊടുത്താൽ 6 ടൈംസ് 1 കാണുക. അപ്പോൾ 6ന് അഡീഷൻ മോഡിൽ ഓഫ് 4 ആയതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2. ഈ രീതിയിൽ കണ്ടാലും മതി. ഇനിയിപ്പോൾ അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2. ഇപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം സെറ്റ് ഓഫ് ഓൾ 2 പവർ n ബിലോങ്സ് ടു സെറ്റ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? n ടൈംസ് 2. n ടൈംസ്, അതായത് അഡീഷൻ മോഡലാണ് ഇവിടെ വരുന്നത്. n ടൈംസ് 2 കണ്ടിട്ട് നമ്മളതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ n=1 കൊടുത്താൽ 2 കിട്ടി, n=2 കൊടുത്താൽ 4 വന്നു. 4ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0. n=3 കൊടുത്താൽ 6 വന്നു. 6ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വീണ്ടും 2 വന്നു. ദെൻ 8 വരും, വീണ്ടും 0 വരും, ദെൻ വീണ്ടും 2 വരും, ദെൻ വീണ്ടും 0 വരും. അപ്പോൾ ഈ 2 എലമെൻറ്റ് മാത്രമേ വരുള്ളൂ. പിന്നെ നമുക്കിനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. 2 + 2, അടുത്ത 2 + 2 + 2 അഡീഷൻ മോഡിൽ ഓഫ് 4 വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ലാസ്റ്റത്തെ സെറ്റ് ഓഫ് ഓൾ 3 പവർ n ബിലോങ്സ് ടു സെറ്റ്. അപ്പോൾ അഡീഷൻ മോഡിലാകുമ്പോൾ ഇത് കൺവേർട്ട് ചെയ്തിട്ട് n ടൈംസ് 3 n ബിലോങ്സ് ടു സെറ്റ്. ഈ രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. ഇനി എന്നിൻ്റെ വാല്യൂ ഓരോന്ന് കൊടുക്കാം. n=1 കൊടുത്താൽ 3 കിട്ടി, 2 കൊടുത്താൽ 6, 6ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2, 3 കൊടുത്താൽ 9, 9ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1, ദെൻ 4 ടൈംസ് 3 എന്ന് പറഞ്ഞാൽ 12, 12ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0, ദെൻ 15 വരും. 15 എന്ന് പറഞ്ഞാൽ വീണ്ടും 3 തന്നെയാണ് വരിക. 18 എന്ന് പറഞ്ഞാൽ 2, 21 എന്ന് പറഞ്ഞാൽ 1. ആ രീതിയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇത് നമ്മുടെ ഹോൾ ഗ്രൂപ്പ് Z4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 1 കണ്ടപ്പോഴും 3 കണ്ടപ്പോഴും ഹോൾ ഗ്രൂപ്പ് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക? Z4 എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്. അതായത് ഒരു സിംഗിൾ എലമെൻറ്റ് വെച്ചിട്ട് ഈ 1 അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന സിംഗിൾ എലമെൻറ്റ് വെച്ചിട്ട് നമുക്ക് മൊത്തം ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? Z4 എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പാണ്. ആൻഡ് ദ ജനറേറ്റേഴ്സ് ആർ 1 and 3. ഇനി ഇവിടെ കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. എൻ്റെ ഒരു തിയറം കൂടെ ഞാൻ പറയുന്നുണ്ട്. തിയറം 1.4.6. എവ്രി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബീലിയൻ. എല്ലാ സൈക്ലിക് ഗ്രൂപ്പും അബീലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നോക്കണം. സോ വി അസ്യൂം ദാറ്റ് G is a cyclic group generated by A. G എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്. അതിൻ്റെ ജനറേറ്റർ A ആണ്. അപ്പോൾ നമുക്ക് ജീനെ എങ്ങനെ എഴുതാം? ഈ രീതിയിൽ എഴുതാം. സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ A. അതായത് ഈ A എന്ന് പറയുന്ന ഒരു സിംഗിൾ എലമെൻറ്റ് കൊണ്ട് നമുക്ക് ആ ജിയിലെ മൊത്തം എലമെൻസിനെ കിട്ടും. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ പ്രകാരം സെറ്റ് ഓഫ് ഓൾ A പവർ n ബിലോങ്സ് ടു സെറ്റ്. ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അബീലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 2 എലമെൻറ്റ് ആൽഫയും ബീറ്റയും എടുത്തിട്ട് ആൽഫ ബീറ്റ = ബീറ്റ ആൽഫ എന്ന് കിട്ടണം. ആൽഫ സ്റ്റാർ ബീറ്റ = ബീറ്റ സ്റ്റാർ ആൽഫ. നമ്മൾ പറഞ്ഞു ഇവിടെ സ്റ്റാർ എന്നുള്ളത് ഡോട്ട് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ് ആൽഫ ബീറ്റ ബിലോങ്സ് ടു ജി. ഇനി ആൽഫയും ബീറ്റയും ജിയിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ജി സൈക്ലിക് ആണ്. അതായത് ഒരു സിംഗിൾ എലമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈ എല്ലാ എലമെൻറ്റിനെയും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൽഫേൻ്റെ ഫോം A പവർ R ആൻഡ് ബീറ്റേൻ്റെ ഫോം A പവർ S ആയിരിക്കാം നമ്മൾ പറയുന്നത്. ഇനി നോക്കാം. ആൽഫ ബീറ്റ കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഈസ് A പവർ R × A പവർ S വിച്ച് ഈസ് ഈക്വൽ ടു A പവർ R + S. A പവർ R + Sന് A പവർ S + R എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു A പവർ S × A പവർ R വിച്ച് ഈസ് ഈക്വൽ ടു ബീറ്റ ആൽഫ. അപ്പോൾ എന്ത് കിട്ടി? ആൽഫ ബീറ്റ = ബീറ്റ ആൽഫ. അതുകൊണ്ട് ജി എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെർഫോർ ജി ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. അപ്പോൾ ആദ്യം സൈക്ലിക് ഗ്രൂപ്പ് എന്താണെന്ന് പറയുന്ന ഒരു തിയറം, അത് കഴിഞ്ഞിട്ടാണ് ഡെഫിനിഷൻ. ദെൻ വി മൂവ് ഓൺ ടു സം എക്സാമ്പിൾസ് ആൻഡ് വൺ മോർ തിയറം. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിയറം. എവറി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബീലിയൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. സി